20 വർഷത്തോളം മസ്കറ്റിലെ മബേല സൂക്കിൽ തൊഴിലാളിയായിരുന്ന മലപ്പുറം സ്വദേശിയായ യുവാവ് നാട്ടിൽ പോയ ശേഷം സന്ദർശക വിസയിൽ തൊഴിൽ തേടിയെത്തിയതോടെയാണ് സങ്കടങ്ങൾ തുടങ്ങുന്നത്. ജോലി ലഭിക്കും മുമ്പ് പക്ഷാഘാതമുണ്ടായി. പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ മബേല സൂക്കിൽ കിടന്നിരുന്ന ഇദ്ദേഹത്തെ തൊഴിലാളികളായ യാക്കൂബും ഗഫൂറുമാണ് ആദ്യം കാണുന്നത്. തുടർന്ന് KMCC പ്രവർത്തകരുടെ സഹായം തേടി. ഏകദേശം 15 ദിവസം ഇവിടെ അലഞ്ഞു തിരിയുന്നു. അതിന്റെ ശേഷം നമ്മൾ കാണുന്നത് നമുക്ക് പറയുമ്പോൾ തന്നെ സങ്കടം വരും. അവരെ അവസ്ഥ അത്രയും മോശമായിരുന്നു. KMCCയുടെ നേതൃത്വത്തിൽ യുവാവിന് താമസവും വസ്ത്രവും ഭക്ഷണവും ഒരുക്കി. ഡോക്ടർ റഷീദ് അലിയുടെ നേതൃത്വത്തിൽ സൗജന്യ വൈദ്യസഹായവും ഉറപ്പാക്കി. തുടർന്ന് ഇന്ത്യൻ എംബസിയുടെ സഹായം തേടി. എംബസിയുടെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയ ഇദ്ദേഹത്തിന് പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും പരസഹായം ആവശ്യമായിരുന്നു. ഇവിടെ നിൽക്കാൻ ആവശ്യമായ രേഖയോ കാര്യമോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഇന്ത്യൻ എംബസിയുടെ ഇബ്രാഹിം സാഹിബിൻ്റെയും ഇന്ത്യൻ എംബസിയുടെയും സഹായത്തോടെ ഷട്ടറിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. പ്രസ്തുത സഹപ്രവർത്തകൻ വളരെ അത്യാസന്നമായ നിലയിൽ ഇവിടെ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട് മൊബൈല ഏരിയ KMCCയുടെ നേതാക്കളും പ്രവർത്തകന്മാരും നിരന്തരമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ കർമ്മനിരതരാവുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എംബസിയുടെ ഇടപെടലിലൂടെയാണ് പിഴ ഒഴിവാക്കിയത്. സൂക്കിലെ തൊഴിലാളികൾ വിമാന ടിക്കറ്റും തരപ്പെടുത്തി. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി യുവാവിനെ കഴിഞ്ഞ ദിവസം നാട്ടിൽ പ്രിയപ്പെട്ടവരുടെ അടുത്തെത്തിച്ചു. KMCC കെയർ വിംഗ് പ്രവർത്തകരും റഹീം വറ്റല്ലൂർ, ഇബ്രാഹിം ഒറ്റപ്പാലം, അറാഫത്ത്, ബഷീർ കൊടിയിൽ തുടങ്ങിയവരാണ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.